നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇറാനെതിരെ അമേരിക്ക സൈനിക നടപടി വീണ്ടും ശക്തമാക്കിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ മേഖലയിലെ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണയും വാതകവും കടത്താൻ അനുവദിക്കില്ലെന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ പ്രധാന കവാടമായ ഹോർമുസിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ആശങ്കയിലാഴ്ത്തുകയാണ്. അതേസമയം കുവൈറ്റിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തതായി കുവൈറ്റ് സായുധ സേന അറിയിച്ചിട്ടുണ്ട്. മേഖലയിൽ സുരക്ഷാ ഭീഷണി വർദ്ധിച്ചതോടെ UAE കുവൈറ്റ് റൂട്ടിലെ നിരവധി വിമാന സർവീസുകൾ എമിറേറ്റ്സ്, ഇത്തിഹാദ്, എയർ അറേബ്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ റദ്ദാക്കിയിട്ടുമുണ്ട്. സംഘർഷത്തിന്റെ പ്രതിഫലനം ആഗോള സാമ്പത്തിക രംഗത്തും വ്യക്തമാണ്. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $90 പിന്നിട്ടതോടെ ഇന്ധനവിലയും ചരക്ക് ഗതാഗത ചെലവും വീണ്ടും ഉയരുമെന്ന ആശങ്ക ശക്തമാവുകയാണ്. ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും അതിന്റെ ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഉൾപ്പെടെയുള്ള ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനെതിരായ സൈനിക നടപടികൾ അമേരിക്ക വീണ്ടും ശക്തമാക്കിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഞങ്ങൾ അവരെ അതിശക്തമായി പ്രഹരിച്ചു എന്ന് പറഞ്ഞ ട്രംപ് ഈ ആക്രമണം സംഘർഷത്തിൽ ജീവൻ നഷ്ടമായ അമേരിക്കൻ സൈനികർക്കുള്ള ആദര സൂചകമാണെന്നും വ്യക്തമാക്കി. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് നടത്തിയ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ഇറാന്റെ സൈനിക കമാൻഡ് കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, സമുദ്ര സൈനിക ശേഷിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഈ നടപടികൾ അമേരിക്കൻ സൈനികർക്ക് എതിരായ ആക്രമണങ്ങൾക്ക് നൽകിയ മറുപടിയാണെന്ന് അമേരിക്ക വിശദീകരിച്ചു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാവുകയാണ്. തുടർച്ചയായ ആക്രമണങ്ങളും തിരിച്ചടികളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നതോടൊപ്പം ആഗോള എണ്ണ വിപണിയിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കുവൈറ്റിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തതായി കുവൈറ്റ് സായുധ സേന അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് നശിപ്പിച്ചതിന്റെ ഭാഗമാണെന്ന് കുവൈറ്റ് ആർമി ജനറൽ സ്റ്റാഫ് വ്യക്തമാക്കി. ജനങ്ങൾ പരിഭ്രാന്തരാകാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം കുവൈറ്റിലെ അലി അൽ സാലേം വ്യോമസേനാ താവളത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാന്റെ അനുമതിയില്ലാതെ ഒരു തുള്ളി എണ്ണയോ പ്രകൃതിവാതകമോ പോലും കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഇറാനെതിരെ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം. ഹോർമുസ് മേഖലയിലെ കപ്പൽ ഗതാഗതം ഇറാൻ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണെന്നും IRGC അറിയിച്ചു. ലോകത്തെ സമുദ്രമാർഗമുള്ള ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന്റെ ഏകദേശം 20% ഹോർമുസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. അതിനാൽ ഇറാന്റെ പുതിയ മുന്നറിയിപ്പ് ആഗോള ഊർജ്ജ വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ കപ്പൽ ഗതാഗതത്തിനും എണ്ണ വിതരണത്തിനും കൂടുതൽ തടസ്സമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇറാൻ US സംഘർഷത്തിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഊർജ്ജ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയാണ് എണ്ണവില ഉയരാൻ കാരണമായത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 2.77% വർദ്ധിച്ച് ബാരലിന് $90 മുകളിലെത്തി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി കുറയുന്നതിനാൽ ആഗോള ക്രൂഡ് വിപണിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഈ നില തുടരുകയാണെങ്കിൽ സെപ്റ്റംബറോടെ എണ്ണ ശേഖരം കുറയുകയും അത് അമേരിക്കയെ പോലും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $95 മുതൽ $105 വരെ എത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. മേഖലയിലെ സംഘർഷാവസ്ഥയെയും പ്രവർത്തനപരമായ വെല്ലുവിളികളെയും തുടർന്ന് UAEക്കും കുവൈറ്റിനുമിടയിലുള്ള വിവിധ വിമാന സർവീസുകൾ UAE വിമാന കമ്പനികൾ റദ്ദാക്കി. എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ എന്നീ പ്രമുഖ കമ്പനികളാണ് സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്.
വിമാനങ്ങളുടെ പുതുക്കിയ സമയവിവരങ്ങൾ പരിശോധിക്കണമെന്നും ടിക്കറ്റ് മാറ്റുന്നതിനും മറ്റുമായി കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെടണമെന്നും യാത്രക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിനും കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനും ഇടയിലുള്ള എമിറേറ്റ്സിന്റെ ഇന്നും നാളെയുമുള്ള പ്രധാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കോഡ് ഷെയർ പങ്കാളികൾ നടത്തുന്ന സർവീസുകളുടെ വിവരങ്ങൾക്ക് അതത് വിമാന കമ്പനികളുടെ വെബ്സൈറ്റുകൾ പരിശോധിക്കണമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. അബുദാബി സയ്യിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കുവൈത്തിലേക്കുള്ള ഇത്തിഹാദ് എയർവേസിന്റെ 2 വിമാനങ്ങൾ റദ്ദാക്കിയതായി കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് ബദൽ സംവിധാനങ്ങൾ ഒരുക്കി വരികയാണെന്നും വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കാൻ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും ഇമെയിലും പുതുക്കണമെന്നും ഇത്തിഹാദ് വ്യക്തമാക്കി. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 2 മാസങ്ങളിൽ കേരളത്തിന്റെ വരുമാനത്തിൽ വൻ കുതിപ്പ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംസ്ഥാനത്തിന് ലഭിച്ച മൊത്തം വരുമാനം 22,296 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 16,667 കോടി രൂപയായിരുന്നു. ഇതോടെ വെറും 2 മാസത്തിനിടെ 5,629 കോടിയുടെ അധിക വരുമാനമാണ് സംസ്ഥാന ഖജനാവിലേക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം പുതിയ സർക്കാർ കൊണ്ടുവന്ന നയപരമായ മാറ്റങ്ങളല്ല, മറിച്ച് വിപണിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സജീവമായതാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. UDF സർക്കാർ മെയ് 18-നാണ് അധികാരമേറ്റത്. അതിനാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ വരുമാന വർധനയെ സർക്കാരിന്റെ നയങ്ങളുടെ നേരിട്ടുള്ള ഫലമായി കാണാനാകില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. GST വരുമാനത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് GST തീർപ്പാക്കലിന്റെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് 3,502 കോടി രൂപ ലഭിച്ചു. കഴിഞ്ഞ വർഷം ഇതേ ഇനത്തിൽ ലഭിച്ചത് 2,253 കോടി രൂപയായിരുന്നു. ഇതിലൂടെ മൊത്തം 1,249 കോടിയുടെ അധിക നേട്ടം സംസ്ഥാനത്തിന് ലഭിച്ചു. അതേസമയം കേന്ദ്ര നികുതി വിഹിതത്തിലും ഗ്രാന്റുകളിലും പ്രതീക്ഷിക്കുന്ന ഏകദേശം 20,000 കോടിയുടെ കുറവ് സംസ്ഥാന ധനകാര്യത്തിന് വെല്ലുവിളിയായി തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. UAE-യുടെ എണ്ണ ഇതര വിദേശ വ്യാപാരം 1.937 ട്രില്യൺ ദിർഹത്തിലെത്തിയതായി റിപ്പോർട്ട്. ഈ കാലയളവിൽ എണ്ണ ഇതര കയറ്റുമതി റെക്കോർഡ് തുകയായ 452.8 ബില്യൺ ദിർഹമായി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എണ്ണ ഇതര വിദേശ വ്യാപാരം 1.728 ട്രില്യൺ ദിർഹമായിരുന്നു. രാജ്യത്തിന്റെ മൊത്തം വിദേശ വ്യാപാരത്തിൽ എണ്ണ ഇതര കയറ്റുമതിയുടെ സംഭാവന 21.3% നിന്ന് 23.4% ഉയർന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദാണ് ചരിത്രപരമായ നേട്ടം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറുമായി KSRTC-യുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനും പരാതികൾ അറിയിക്കാനും ഇതുവഴി സാധിക്കും. പൊതുജനങ്ങൾക്ക് 149 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. യാത്രക്കാരുടെ സംശയങ്ങൾക്കും പരാതികൾക്കും ഇനി അതിവേഗം പരിഹാരം നേടാമെന്നും KSRTC അറിയിച്ചു. KSRTC-യുടെ പ്രിയദർശിനി സൗജന്യ യാത്ര വൻ ഹിറ്റായതായും ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കി. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ രാജ്യസഭാ MP-മാരുടെ ശമ്പളം, ആനുകൂല്യം തുടങ്ങിയവയ്ക്കായി സർക്കാർ ചെലവഴിച്ചത് 262 കോടി രൂപയാണ്. ഇതിൽ 151 കോടി രൂപ ആനുകൂല്യങ്ങൾക്കും യാത്രാ ചെലവുകൾക്കും മാത്രം ചെലവഴിച്ചതായാണ് കണക്കുകൾ. 2024-25 കാലത്ത് ചെലവ് 98 കോടിയായിരുന്നു. 2025-26 കാലത്ത് ഇത് 163 കോടിയായി. 65 കോടിയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾ, ഓഫീസ് ചെലവ്, മെഡിക്കൽ ബില്ലുകൾ എന്നിവ ചെലവിൽ ഉൾപ്പെടുന്നുണ്ട്. 2024-25 കാലത്ത് ശമ്പളം 25.71 കോടിയായിരുന്നു. മെഡിക്കൽ ബിൽ 8.2 കോടി, യാത്രാ ചെലവാകട്ടെ 24.99 കോടി, മറ്റ് ആനുകൂല്യങ്ങൾ 33.33 കോടി എന്നിങ്ങനെയുമാണ്. 2025-26 കാലത്ത് ശമ്പളം 44.6 കോടിയായി വർദ്ധിച്ചു. മെഡിക്കൽ ബില്ല് 9.6 കോടിയുമായി. യാത്രാ ചെലവാകട്ടെ 36 കോടിയും മറ്റ് ആനുകൂല്യങ്ങൾ 58.78 കോടിയുമായി. സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തി. ഒരു നേരിയ വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയും വർദ്ധിച്ചു. 1 ഗ്രാം സ്വർണത്തിന് 13,150 രൂപയും 1 പവൻ സ്വർണത്തിന് 1,05,200 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 10,805 രൂപയും പവന് 86,440 രൂപയുമാണ് വില. വെള്ളിയാവട്ടെ 235 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുകയാണ്. നാളെ ഇതേ സമയം കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.